ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇന്നലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചു. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യണമെന്ന്. പക്ഷെ ഓരോരോ കാരണങ്ങളാൽ ഞാനത് ചെയ്തില്ല. ഇന്നെങ്കിലും നിങ്ങളോട് ഞാനതൊന്ന് ഷെയർ ചെയ്തില്ലെങ്കിൽ നാളെ ആർക്കെങ്കിലുമൊക്കെ എൻ്റെ ഈ വീഡിയോ കൊണ്ട് പ്രയോജനമാകട്ടെ എന്ന് ഓർത്താണ് ഞാനിത് ചെയ്യുന്നത്. ഇന്നലെ ഒരു ഭാര്യ ഭർത്താവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സാധാരണ രീതിയിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭർത്താവിന് ഭാര്യ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. എടുത്ത വായിൽ അവിടെ തന്തയ്ക്കാണ് വിളിച്ചത്. പിന്നെ പറഞ്ഞു എൻ്റെ അപ്പനെ പറയരുത് എന്ന് ആ പെണ്ണ് പറഞ്ഞപ്പം അവളുടെ അപ്പനെയും അമ്മയും അവരുടെ സഹോദരങ്ങളെയൊക്കെ അടിച്ച് താഴ്ത്തി സംസാരിക്കുകയാണ്. ഇത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമല്ല, പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് എനിക്ക് നിങ്ങളോട് കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നമ്മളെ ഓരോരുത്തരെ ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഒരു അപ്പനും അമ്മയും ഒരു കുഞ്ഞുണ്ടാകുമ്പം എന്തേലും പ്രതീക്ഷകളോട് ആ കുഞ്ഞിൻ്റെ ഓരോ ചുവടുവെപ്പും കാണുന്നത്. അതുങ്ങളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുക. പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ഡിഗ്രിയും എടുത്ത് PGയും എടുത്ത് കഴിയുമ്പോഴായിരിക്കും കല്യാണാലോചന വരും. പെട്ടെന്ന് നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തു വിടും. ഇത്രയും പഠിച്ച കുഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവന് സ്ത്രീധനം പോരാ, അവന് സൗന്ദര്യം പോരാ. ഈ പറയുന്നവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാക്കാച്ചിടണക്കാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൗന്ദര്യവും സമ്പത്തും വിദ്യാഭ്യാസമുള്ള ഒരുത്തനും അവൻ്റെ ഭാര്യ അടിച്ചമർത്തത്തില്ല. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്, ജനറലി ഞാൻ പറയുവാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നല്ല സൗന്ദര്യവും വിദ്യാഭ്യാസവും സമ്പത്തും ഒക്കെ ഉള്ളവൻ ഒരിക്കലും ചെല്ലുന്ന പെണ്ണിനെ തരം താഴ്ത്തത്തില്ല. ഇത് സമ്പത്തും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, സൗന്ദര്യവും ഇല്ല. നല്ലൊരു കുടുംബത്തിൽ നിന്ന് അവന് പഠിത്തം വേണം. പെണ്ണ് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് MBA എങ്കിലും എടുത്തിരിക്കണം. സ്ത്രീധനം ഇത്രയും വേണം, സൗന്ദര്യം വേണം, മുടി വേണം, അത് വേണം, വെളുത്ത പെണ്ണായിരിക്കണം. ഇവൻ കറുത്ത് കാണാനും കൊള്ളാത്തവനായിരിക്കും, പക്ഷെ ഇവന് വേണ്ടത് ഇതൊക്കെയാണ്. പെണ്ണിന്റെ വീട്ടുകാർ ഇതെല്ലാം കൊടുത്ത് വിടും. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലോ അവളെ അങ്ങ് കൊല ചെയ്യും. അമ്മായിയമ്മയുടെ വക വേറെ, നാത്തൂമാരുടെ വക വേറെ, പിന്നെ ഭർത്താവിന്റെ വക വേറെ. ഭർത്താവ് കള്ളു കുടിച്ച് വന്നാൽ അത് കെട്ടിയ പെണ്ണിന്റെ കുഴപ്പം. ഭർത്താവ് കണ്ട സ്ത്രീകളുടെ പുറകിന് പോകുന്നത് വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ കുഴപ്പം. ഇവിടെ സൗന്ദര്യമുള്ളയും വിദ്യാഭ്യാസമുള്ള പെണ്ണ് വീട്ടിലിരിക്കുമ്പോഴായിരിക്കും വല്ല ചീത്തയായിട്ടുള്ള പെണ്ണിന്റെ അടുത്ത് ഇവൻ പോകുന്നത്. എന്നിട്ട് ഇവൻ രാത്രി വന്നു കഴിഞ്ഞിട്ട് ഈ പെണ്ണിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുക. ഇത് കണ്ട് പലയിടത്തും കണ്ട് ഇതൊന്നും എനിക്ക് റിവീൽ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് നമ്മുടെ സമൂഹം ഉയർത്തെഴുന്നേൽക്കണം. ഇപ്പൊ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് പെണ്ണിടും. ഈ ചില അമ്മമാരുടെ ഒരു ഡയലോഗുണ്ട്, പെണ്ണ് കാണാൻ വരുമ്പോ ഇവൻ ഈ പെണ്ണ് കിട്ടാതെ ലോകം മൊത്തം നടന്ന് പെണ്ണ് കിട്ടാതിരിക്കുമ്പോഴായിരിക്കും ഒരു വീട്ടിലോട്ട് ചെന്ന് കൊള്ളാം, പെണ്ണൊക്കെ കൊള്ളാം, കുടുംബ പശ്ചാത്തലം കൊള്ളാം. അപ്പൊ അവൻ എന്ത് പറയും? എല്ലാം ഉണ്ടല്ലോ, അപ്പം പിന്നെ നമുക്ക് ചോദിക്കണ്ട. എനിക്ക് സ്ത്രീധനം വേണ്ട, പെണ്ണിനെ മാത്രം തന്നാൽ മതി, എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് 1-2 ദിവസത്തിനുള്ളിൽ അമ്മായിയമ്മയ്ക്ക് ചൊറിയാൻ തുടങ്ങും. അമ്മായിയമ്മ ചൊറിഞ്ഞ് മോനെ എരികേറ്റി അങ്ങോട്ട് വിടുന്നുണ്ടെങ്കിൽ നീ എന്തോ കൊണ്ട് ഇവിടെ വന്നടി, ഇക്കണക്കിന് നീ വല്ലതും കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ, നീ വല്ലതും കൊണ്ടുവന്നോ ഈ വീട്ടിലെ, നിന്നെ ഞാൻ സംരക്ഷിക്കണോ, ഞാനും ഞങ്ങളുടെ കുടുംബവും നിന്നെ സംരക്ഷിക്കണോ, നിനക്ക് എന്തുണ്ട്, നിന്നെ വീട്ടിൽ പോയി മേടിച്ചോണ്ട് വാ. അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടായിരിക്കും ഒരു നൂലോ മാലയോ 2 വളയോ കയ്യിലിട്ട് കൊടുക്കുന്നത്. അത് ഊരി കൊടുക്ക്, അവൻ വിറ്റ് തിന്നട്ടെ. ഞാനൊരു കാര്യം ചോദിക്കും, ഈ നട്ടലില്ലാത്തവൻ എന്തിനാണ് പെണ്ണ് കെട്ടാൻ പോകുന്നത്? പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവൻ എന്തിനാണ് പെണ്ണ് കെട്ടാൻ പോയി ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? MBAയോ MBBSോ എഞ്ചിനീയറിങ്ങോ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ, അവർ പോയി ജോലി ചെയ്ത് അവർക്ക് ജീവിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് മക്കളെ, നിങ്ങളോട് ഞാൻ പറയുക, ഇങ്ങനെയുള്ളവന്മാരെയാണ് നിർഭാഗ്യവശാൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നും മുന്നും നോക്കണ്ട. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടോ? നിങ്ങൾ പുറത്തു പോയി ജോലി ചെയ്ത് താമസിക്കാൻ സ്ഥലമില്ലേ? വിമൻസ് ഹോസ്റ്റൽ ഉണ്ടല്ലോ. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു ശമ്പളം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. എന്തിനാണ് ഇവന്മാരുടെ തല്ലും ചവിട്ടും മടിയും കേൾക്കുന്നത്? ഇവന്മാർ കണ്ട സ്ത്രീകളുടെ പുറകിന് പോയാലും പഴി കിട്ടുന്നത് വീട്ടിലിരിക്കുന്ന ഈ പാവം പിടിച്ച പെണ്ണുങ്ങൾക്ക്. അതിൻ്റെ കൂടെ വീട്ടിലുള്ളവരും. ഇത് നമ്മുടെ സമൂഹം ഒന്ന് അറിയണമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം
എൻ്റെ പ്രസൻറ്റേഷൻ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. കാരണം ഒരുപാട് നാളായിട്ട് ഇതൊന്ന് റിവീൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുക. അതുകൊണ്ട് എല്ലാവരും ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കും. മാതാപിതാക്കന്മാരെ, നിങ്ങൾ കല്യാണം കഴിച്ച് കുഞ്ഞിനെ കൊടുക്കുമ്പം അവന് നട്ടെല്ലുണ്ടോ എന്നെങ്കിലും ഒന്ന് അന്വേഷിക്കുക. വേറെ ഒന്നും വേണ്ട. അവൻ ആണായിട്ട് നിൽക്കാനുള്ള നട്ടെല്ലുണ്ടോ, അതോ അമ്മയുടെയും പെങ്ങന്മാരുടെയും ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു റോബോട്ടാണോ? ഇതൊക്കെ അന്വേഷിച്ചിട്ട് കല്യാണം കഴിച്ചു കൊടുത്തുവിടും. കാരണം നമ്മൾ കല്യാണം കഴിക്കുന്ന എന്തിനാ? സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോയി ജീവിക്കാമല്ലോ എന്നർത്ഥം ഓരോ പെൺകുഞ്ഞും കഴുത്ത് നീട്ടി കൊടുക്കുന്നത്. അതുപോലെ അവരുടെ വീട്ടുകാരായാലും പെണ്ണ് പോയി സുഖമായിട്ട്, ഞങ്ങളുടെ മോള് പോയി സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് ഓർത്ത് കടോ മേടിച്ചാണ് ഈ കല്യാണം കഴിച്ചു കൊടുത്തു വിടുന്നത്. ഓക്കെ പോട്ടെ, കല്യാണം കഴിച്ചു കൊടുത്തില്ല, അവർ പാവത്തുങ്ങളാണ്, അവർ ഉള്ളതിന്റെ പങ്ക് തന്നല്ലേ വിടുന്നത്. ഇതൊന്നും ഇവന്മാർക്ക് തികയുന്നില്ല. എടാ, നീയൊക്കെ പിന്നെ എന്തിനാണ് പെണ്ണ് കെട്ടുന്നത്? പെണ്ണിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം മേടിച്ച് നിനക്കൊന്നും നിന്റെ വീട്ടുകാർക്കും തിന്നാനാണെങ്കിൽ എന്തിനാണ് നീ പെണ്ണ് കെട്ടുന്നത്? എന്തിനാണ് അമ്മമാരെ അപ്പന്മാരെ നിങ്ങൾ പെണ്ണിനെ അങ്ങോട്ട് കൊടുത്തു വിടുന്നത് ഇവന്മാർക്ക് തിന്നാനായിട്ട്? അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ മക്കളെ, പ്രത്യേകിച്ച് എൻ്റെ പെൺകുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്വന്തം കാലിൽ നിന്നാൽ മാത്രം പോരാ, ഇവന്മാർ ശമ്പളം പിടിച്ചു മേടിക്കും. അതുകൊണ്ട് സ്വന്തം കാലിൽ നിന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ട് നമ്മൾ നിൽക്കണം. ഞാൻ അധ്വാനിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇവന് വീട്ടിൽ നിന്ന് കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്ന ഒരുവന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അതേസമയം നമ്മുടെ കുടുംബത്ത് നമ്മളെ സംരക്ഷിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ രണ്ടു കൂട്ടരും കൂടെ, ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് കുടുംബജീവിതം, അല്ലാതെ ഭാര്യയെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വരുന്നതും അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരെ കണ്ടോണ്ട് ഇവൻ പെണ്ണ് പിടിക്കാനും കള്ളു കുടിക്കാനും പോവുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ തോറ്റു കൊടുക്കരുത് നിങ്ങൾ. ഇതെൻ്റെ അപേക്ഷയാണ്. ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. നാളെയുടെ വാഗ്ദാനങ്ങളായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഭാര്യ എടുത്തിട്ട് അടിക്കാൻ ഇവന്മാർക്ക് നാണമില്ലേ? പെണ്ണുങ്ങളെ എടുത്തിട്ട് അടിക്കാനോ? ഒരു ഉളുപ്പും ഇല്ലാതാണ് അമ്മായി ആയാലും ഭർത്താവായാലും പെണ്ണിനെ എടുത്തിട്ട് അടിക്കുന്നത്. ഇവനൊക്കെ നാണമില്ലേ ഒരു പെണ്ണിനെ എടുത്തിട്ട് അടിക്കാൻ? പെണ്ണിന്റെ മുമ്പിലാണോ ശൗര്യം കാണിക്കേണ്ടത്? നട്ടെല്ലുണ്ടെങ്കിൽ അവളെ സംരക്ഷിക്കടാ, നട്ടെല്ലുണ്ടെങ്കിൽ അവളെ ചേർത്ത് പിടിക്കടാ, അവൾക്ക് സ്നേഹം കൊടുക്ക്. അല്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ പുറകിൽ നടക്കാനും കള്ളു കുടിക്കാനും നടന്നേച്ച് പെണ്ണിനെ എടുത്തിട്ട് അടിക്കുന്ന നീയൊക്കെ ആണാണോ?